ജനനായകൻ. ജനനായകൻ സിനിമയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കത്തിക്കാനായിട്ട് സിനിമയുടെ ഒരു ടീസർ ഈ ആഴ്ച പുറത്തു വരും. ട്രെയിലറിന്റെ ഭാഗത്തോട്ട് നോക്കിയാൽ ഒന്നെങ്കിൽ ഡിസംബർ 31 അല്ലെങ്കിൽ ജനുവരി 1 ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടോ ഉണ്ടായിരിക്കും. സിനിമയുടെ ഓഡിയോ ലോഞ്ചിനെ പറ്റി മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള അനിരുദ്ധ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. எக்ஸ்பீரியன்ஸாக இருக்கும், சாருக்கு ஒரு ட்ரிபியூட்டாக இருக்கும். அண்ட் நம்ம பர்ஃபார்மன்ஸும் நம்ம காம்பினேஷனில் வந்து ஒன்லி ஜனநாயகன் இல்லாமல் கத்தி, மாஸ்டர், லியோ, பீஸ்ட்டு எல்லாமே சேர்ந்து ஒரு പട്ടാസാ இருக்கும். അനിരുദ്ധ് ആദ്യം തന്നെ പറയുന്നത് വിജയുടെ ഒരു ട്രിബ്യൂട്ട് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇത് വിജയുടെ ലാസ്റ്റ് സിനിമ തന്നെ ആയിരിക്കുമല്ലേ. അനിരുദ്ധ് വിജയ് കോമ്പി എന്ന എല്ലാ സിനിമകളുടെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. നമ്മുടെ ജയിലറിന്റെയും കൂലിയുടെ ഒക്കെ ഓഡിയോ ലോഞ്ചിന് കാണിച്ചൊരു പരിപാടിയില്ലേ, പുള്ളിയുടെ ഒരു 1 man ഷോ, അത് നമുക്ക് ഇവിടെ കിട്ടും. വിജയ് അനിരുദ്ധ് കോമ്പി വന്ന പാട്ടുകൾ ഏതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കത്തി, മാസ്റ്റർ, ലിയോ, ബീസ്റ്റ്, ഇത് വിജയുടെ കരിയറിലെ തന്നെ പീക്ക് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ 27-ാം തീയതി ഒരു കിടിലൻ സാധനം തന്നെ പുറത്തു വരും. കൈതി 2 കാർത്തിക് നായകനാക്കി ലോകേഷ് കനകരായി സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമ. LCUവിന്റെ തന്നെ പീക്ക് സംഭവം. സിനിമയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സിനിമയെ പറ്റി കാർത്തിയോട് വെച്ചപ്പോൾ തനിക്ക് അതിനെപ്പറ്റി പറയാനൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എക്സിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ തോട്ട്. ചിലപ്പോൾ ഇത് ലോകേഷ് കനകരാജിന്റെ തന്നെ ഒരു പ്ലാൻ ആയിരിക്കാം. നമ്മളെല്ലാവരും ഒരു റൂട്ടിലോട്ട് തിരിച്ചിട്ടിട്ട് ഒരു നല്ലൊരു അപ്ഡേറ്റ് തരാനായിരിക്കാം പുള്ളിയുടെ പ്ലാൻ. അല്ലെങ്കിൽ മറ്റൊരു സിനിമയായിരിക്കാം. ഒന്നാമത് പുള്ളിയുടെ ബ്രാൻഡ് വാല്യൂ പിടിഞ്ഞു നിൽക്കുക. അത് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ കൈതെറ്റി തന്നെ വരണം. അതിനെപ്പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലോകേഷിന്റെ ഏത് സിനിമ വരണമെന്ന് നിങ്ങളുടെ ആഗ്രഹം അന്ന് കമന്റ് ചെയ്തേക്കുക. ടോക്സിക് യാഷിന്റെ അടുത്തതായിട്ട് പുറത്തു വരാനിരിക്കുന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. വന്നിരിക്കുന്ന അപ്ഡേറ്റ് റിലീസിന്റെ ഭാഗത്തു നിന്നാണ്. 2026 മാർച്ച് 19 സിനിമ തിയേറ്ററിലെത്തും. 5 2014 ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത സിനിമ കട്ട് ചെയ്ത സീൻസുകൾ ആഡ് ചെയ്ത് വൻ ഹൈപ്പിലെത്തി റിലീസ് ചെയ്ത സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരിക്കുന്നു. അപ്പോഴും ഫ്ലോപ്പ്, ഇപ്പോഴും ഫ്ലോപ്പ്. സൂര്യ 47 സിനിമയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഒരു കേസിന്റെ ഭാഗമായി കേരളത്തിൽ എത്തുകയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളുമാണ് പ്ലോട്ട്. കളംകാവൽ സിനിമ ഇപ്പോൾ കേരളത്തിൽ ഹിറ്റായിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് മാത്രം സിനിമ 26 കോടിയാണ് നേടിയിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യത്തെ 100 കോടി മമ്മൂക്ക കാണുമായിരിക്കും. 100 കോടി അടിക്കാൻ പുള്ളിക്ക് 17-ാം തീയതി വരെ ടൈമുണ്ട്. 18-ാം തീയതി മറ്റൊരു സിനിമ വരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രീൻ പോലും കിട്ടത്തില്ല. ബബ്ബയുടെ ട്രെയിലറിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ മേള ഐ ബട്ടണിൽ കൊടുത്തേക്കാം. മമ്മൂക്കയുടെ അടുത്ത പടത്തിനെ പറ്റി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫാലിമയൊക്കെ ഡയറക്റ്റ് ചെയ്തില്ലേ, പുള്ളി തന്നെ. എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ ലുക്ക്? സിംഗത്തിലെ സൂര്യയുടെ കൂട്ടുണ്ടല്ലേ. തമിഴ്നാട് കേരള ബോർഡറിൽ നടക്കുന്ന ഒരു പടമാണെന്നാണ് റൂമറുകൾ വരുന്നത്. സർവം മയം. ഈ വരുന്ന ഡിസംബർ 25-നാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. സിനിമയുടെ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞു. യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് തലവർ രജനീകാന്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ജയിലർ 2ന്റെ അപ്ഡേറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു കിടയും വീഡിയോ എത്താം. അതുവരേക്കും ബൈ.